പി ഭാസ്കരൻ എഴുതിയ ഒരു സിനിമാ ഗാന ആലാപത്തോടു കൂടിയിട്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം എന്ന് വിചാരിക്കണം. എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവരെൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? മുൻ കേരള മുഖ്യമന്ത്രി അഥവാ മുൻ കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകളെ രണ്ടാം കെട്ട് കെട്ടിയ സഖാവ് മുഹമ്മദ് റിയാസിൻ്റെയും വീടുകൾ എൻഫോഴ്സ്മെൻറ്റുകാർ എന്ന് പറയുന്ന പരമനീചന്മാർ റെയ്ഡ് നടത്തുകയാണ്. കാരണവും വളരെ വ്യക്തമാണ്. ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി നമ്മുടെ കരിമണൽ കർത്താവിൻ്റെ CMRലുമായി ഉണ്ടാക്കിയ കൂട്ടുകച്ചവടത്തിൽ ഈ പിണറായി വിജയൻ്റെ മകളും അതുപോലെ മുഹമ്മദ് റിയാസിൻ്റെ ധർമ്മപത്നിയുമായിരിക്കുന്ന വീണ വിജയന് അവസാനം കാശ് കിട്ടി എന്നാണ് പറയുന്നത്. അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. കിട്ടിയ കാശിന് വീണ GSTയും അടച്ചിട്ടുണ്ട്. ഈ കൊന്നാൽ പാപം തിന്നാൽ തീരും എന്ന് പറഞ്ഞ പോലെ അവിഹിതമായി കൈപ്പറ്റിയ പണത്തിന് GST അടച്ചാൽ പിന്നെ അതിന് പാപമില്ല, കുറ്റമില്ല, എന്തുവേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും വീട് കൊള്ളയടിച്ചിട്ട് ഒരു 50 ലക്ഷം രൂപ കിട്ടി വെച്ചു, ഉടനെ തന്നെ അതിൻ്റെ GST കൊണ്ട് അടച്ചാൽ മതി. പിന്നെ പോലീസുകാർ വരുമ്പോൾ പറയാം, എന്താ ഞാൻ GST അടച്ച പൈസയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് തൊടാൻ പറ്റുകയില്ല, അതിന് ഞാൻ ഇൻകം ടാക്സും അടച്ചിട്ടുണ്ട്, GSTയും അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് പോലീസിന് കേസെടുക്കാൻ പറ്റിയില്ല. അതുപോലെ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥന് എൻ്റെ അടുത്ത് അത് തിരിച്ചു പഠിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ആയിരിക്കും. അതുപോലത്തെ ലോജിക്കാണ് പിണറായി സഖാവ് പറഞ്ഞത്. പിന്നെ ബാലൻ സഖാവും പറഞ്ഞു, ഗോവിന്ദ സഖാവും പറഞ്ഞു, ബാക്കി എല്ലാ സഖാക്കന്മാരും പറഞ്ഞു. അങ്ങനെ ആ വിശദീകരണം കേട്ട് നമ്മളൊക്കെ സംതൃപ്തരായിട്ടിരിക്കുകയാണ്. ഈ മുഖ്യൻ്റെ വിശദീകരണത്തിന് ഒരു കഥയുമില്ല. ഉടനെ ED കൊണ്ടുവരട്ടെ, ഇയാളെ പിടിപ്പിക്കണം, ഇയാളെ തൂക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന രണ്ടുപേരും. ഒന്ന് കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ, മറ്റേത് നമ്മുടെ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജാണ്. രണ്ടുപേരും അതിനുവേണ്ടി കേസുകളൊക്കെ പറയുന്നത് നടത്തി. ഹൈക്കോടതിയിൽ നിന്ന് പറയത്തക്ക അനുകൂല ഉത്തരവൊന്നും കിട്ടിയില്ലെങ്കിലും എൻഫോഴ്സ്മെൻറ്റുകാർ ഈ കാര്യം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ ഇരുന്നിടത്തോളം കാലം അവർ വിരലനക്കില്ല, അല്ലെങ്കിൽ വിരലനക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തി അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവന്നില്ല. സഖാവിനും പാർട്ടിക്കും വലിയ തിരിച്ചടിയുണ്ടായി. ധർമ്മടത്ത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു. അതുപോലെ തന്നെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയുണ്ടായി. ഗോവിന്ദൻ സഖാവിൻ്റെ ഭാര്യയും വിജയരാഘവൻ സഖാവിൻ്റെ ഭാര്യയൊക്കെ തോറ്റു. ഈ മരുമോൻ സഖാവ് നേരിയ ഭൂരിപക്ഷത്തോട്ടാണെങ്കിൽ പോലും ബേപ്പൂരിൽ നിന്ന് ജയിച്ചു. ഇപ്പോൾ രണ്ടുപേരും MLAമാരാണ്. പക്ഷേ മന്ത്രിമാർക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ MLAമാർക്കില്ല. അത് EDക്കാർക്കറിയാം. മാത്രമല്ല പാർട്ടി തന്നെ ക്ഷീണിച്ചു. പാർട്ടി സഖാക്കൾ തന്നെ കമ്മിറ്റി കൂടി വിജയൻ സഖാവ് ചെയ്തത് ശരിയായില്ല, മാസപ്പടി വാങ്ങിച്ചത് ശരിയായില്ല, ജനങ്ങളെ പുച്ഛിച്ചത് ശരിയായില്ല, വീട്ടിൽ പോയി പറഞ്ഞത് തെറ്റായിപ്പോയി. പിന്നെ നവകേരള സദസ്സ് നടത്തിയത് അത്ര ശരിയായില്ല, ലോക കേരള സഭ നടത്തിയത് ഒട്ടും ശരിയായില്ല, ശബരിമലയിൽ നിന്ന് സഖാക്കൾ സ്വർണം കട്ടത് അത്ര പന്തിയായില്ല, കക്കുകയാണെങ്കിൽ തന്നെ പോലീസ് പിടിക്കാത്ത രീതിയിൽ കക്കേണ്ടതായിരുന്നു എന്നൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം എന്നാവശ്യപ്പെടുകയാണ്. മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹമോചനം നടത്തണം എന്നതിന് നാളെ കമ്മിറ്റിക്കാർ ആവശ്യപ്പെടുമെന്ന് നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടുകളെ പാർട്ടിക്കാരായ മക്കൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടാണല്ലോ വിജയൻ സഖാവ് മോളെ കല്യാണം കഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ കമ്മിറ്റി കൂടിയിട്ട് ബന്ധം ഒഴിയണം എന്ന് പറഞ്ഞാൽ ബന്ധം ഒഴിയേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് EDക്കാർ എന്ന് പറയുന്ന നീചന്മാർ ചാടി വീണത്. പക്ഷേ EDയെ കണ്ടാലും അവരുടെ പിപ്പിടി വിദ്യ കണ്ടാലോ വിജയൻ സഖാവ് പേടിക്കും. നിങ്ങൾക്ക് തോന്നുന്നു? ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അദ്ദേഹം എന്തൊക്കെ അഗ്നിപരീക്ഷകൾ നേരിട്ട ആളാണ്. ഈ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഏക്ഷൻ കാണിച്ച് കുമ്പക്കുടി സുധാകരൻ ഓടിച്ച ആളാണ് വിജയൻ സഖാവ്. പിന്നെ RSSകാരൻ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നിർഭയനായിട്ട് നടന്നുപോയ ആളാണ്. ലാവ്ലി കേസ് കൊണ്ട് കുലുങ്ങാത്ത ആളാണ്. എന്തിന് പണ്ട് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു RSSകാരനെ മഴുകൊണ്ട് വെട്ടിക്കൊന്ന കേസിൽ യാതൊരു പോറലും ഏൽക്കാതെ കോടതിയിൽ നിന്ന് സുസ്മേര വന്നതായിട്ട് ഇറങ്ങി വന്ന ആളാണ് വിജയൻ സഖാവ്. വീരശൂര പരാക്രമിയായ അച്യുതാനന്ദ സഖാവിനെ ചൂണ്ടുവിരൽ ഒറ്റ ചൂടൽ കൊണ്ട് നിർത്തി നിസ്തേജനാക്കി പറഞ്ഞു വിട്ട ആളാണ്. അതാണ് മലപ്പുറം സമ്മേളനം, ഓർമ്മയില്ലേ? അന്ന് മലയാള മനോരമ എഴുതിയത് വിജയൻ മിന്നൽ പിണറായി എന്നാണ്. അങ്ങനെ മിന്നൽ പിണറായ നമ്മുടെ സഖാവിനെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ? സഖാവിനെ ആരും ആരെങ്കിലും തോൽപ്പിക്കാൻ പറ്റില്ല. സഖാവിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ വന്നു ഇല്ലേ? കമല ഇൻ്റർനാഷണലിനെ പറ്റി ആരോപണം, ലാവലിന് ആരോപണം വന്നു, പിന്നെ പുള്ളി സ്വർണം കടത്തി എന്ന ആരോപണം വന്നു.
ഈ ദുബായ് ഷെയ്ഖിന് സമ്മാനം കൊടുത്തു എന്ന ആരോപണം. ഇതൊക്കെ വന്നിട്ട് വല്ല കുലുക്കുണ്ട്, വല്ല കുഴപ്പമുണ്ട്. മദ്രാസ് വിമാനത്താവളത്തിൽ വെച്ച് പുള്ളിയുടെ സൂട്ട് കേസിൽ നിന്ന് 5 വെടിയുണ്ടകൾ കണ്ടെടുത്തു. അതിനെ തുടർന്ന് ആളുകൾ ഇദ്ദേഹത്തെ അഞ്ചുണ്ട സ്വാമി എന്ന് പരിഹസിച്ചു. അതിനപ്പുറത്ത് വല്ലതും നടന്നു? ഒന്നും നടന്നില്ല. അദ്ദേഹത്തെ ബുള്ളറ്റ് വിജയൻ എന്ന് പറഞ്ഞ് ചിലർ പരിഹസിച്ചു. ലാവ്ലിൻ വിജയൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. പിന്നെ വിഴിഞ്ഞത്ത് പോയി കഴിഞ്ഞപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ പങ്കായം കൊണ്ടുവന്നപ്പോൾ പുള്ളിയെ പങ്കായം വിജയൻ എന്ന് വിളിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടും മൂപ്പിലാൻ്റെ ഗ്രാഫ് കൂടുതലാണ്ട് ഒട്ടും കുറഞ്ഞില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോറ്റ ഒരു സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് സർക്കാരും ഡൽഹിയിലെ BJP സർക്കാരും കൂടി ഒരു ഗൂഢാലോചന നടത്തി സഖാവിനെ പൂട്ടിക്കളയാം എന്നാണ് വിചാരിച്ചത്. ഇവിടെ മണിയാശേൻ്റെ പക്ഷേ സഖാവിനെ ഉലത്താം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഒരു ചുക്ക് നടക്കില്ല. ഇന്ന് വൈകുന്നേരം തന്നെ നോയിക്കോ, SFIക്കാരും DYFIക്കാരും എല്ലാം കൂടി ചേർത്ത് EDയുടെ ഓഫീസുകൾ വളയും. ഒറ്റ EDക്കാരനെ നാളെ റോട്ടിലിറങ്ങിയെടുക്കാൻ പറ്റില്ല എന്ന് സഖാവ് ആർഷോയും സഖാവ് ശിവപ്രസാദും പിന്നെ സഖാവ് റഹീമും വെല്ലുവിളി മുഴക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഇന്ന് തന്നെ യോഗം ചേർത്ത് EDയെ അപലപിക്കും. EDയെ കേരള മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് അവർ പ്രതിജ്ഞ ചെയ്യും. ഞങ്ങളുടെ വിജയൻ വല്ലതും കണ്ടാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നൊരു മുദ്രാവാക്യം വിളിക്കും. ഇതേ കോൺഗ്രസ് നേതാക്കൾ ഈ കരിമണൽ കർത്താവിൻ്റെ നിന്ന് മാസപ്പടി വാങ്ങിച്ചതിൻ്റെ കണക്ക് നാളെ പുറത്തുവിടും. എല്ലാ കണക്കും വിജയൻ സഖാവിൻ്റെ ഉണ്ട്. അതുകൊണ്ട് പിപ്പിടി വിദ്യയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇതൊന്നും കണ്ടാൽ പേടിക്കുന്നവരല്ല സഖാവ് പിണറായി വിജയൻ. വെറുതെ അല്ല അദ്ദേഹത്തെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്നത്. ഇരട്ടച്ചങ്കനാണ് വിജയൻ സഖാവെങ്കിൽ മുച്ചങ്കനാണ് മരുമോൻ റിയാസ്. അമ്പോഷനൊത്ത മരുമോൻ, മരുമോനൊത്ത അമ്പോഷൻ. ഇത് രണ്ടും ഇങ്ങനെ ദൈവം ചേരുമ്പടി ചേർത്താണ്. അങ്ങനെ ഈ അമ്പോഷൻ മരുമോൻ ടീമിനെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചുടയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പോവാം. ബാക്കി കാര്യം നമ്മൾ തമ്മിൽ തല്ലി തീർക്കാം.